നിങ്ങളുടെ ഫോണിന്റെ മെമ്മറി ഫുൾ ആയി കിടന്ന് ഫോൺ ഹാങ് ആകുന്നുണ്ടോ? ഇനി അതിനായി പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒഫീഷ്യൽ ഡോക്യുമെന്റുകളോ പേപ്പറുകളോ സ്കാൻ ചെയ്യാൻ ഇനി കടകളിൽ കയറി കഷ്ടപ്പെടേണ്ടി വരില്ല. നിങ്ങളുടെ ഫോണിലുള്ള ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ വഴി ഇതെല്ലാം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാം. ഈ വീഡിയോയ്ക്ക് അല്പം ദൈർഘ്യമുണ്ട്, എങ്കിലും മുഴുവനായി കാണുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കം ഓൺ. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിന്നും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക. ഞാൻ ഈ ടൈപ്പ് ചെയ്യണ മാതിരി ഫയൽസ് നടിക്കുക. ഫയൽസ് അത് സെർച്ച് ചെയ്യുക. ഫയൽസ് നടിച്ച് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ കാണാം. ഫയൽ മാനേജർ, അങ്ങനെ കുറേ എണ്ണം കാണാം. പക്ഷെ നമുക്ക് വേണ്ടത് ഫയൽസ് ബൈ ഗൂഗിൾ, ഈ സംഭവമാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്, അത് കാരണം അതിൽ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ലാസ്റ്റിൽ കണ്ടോ, ഫയൽസ് എന്നാണ് കാണിക്കുക. അപ്പോൾ ഫയൽസ് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എല്ലാ മൊബൈലിലെ ഡീറ്റെയിൽസും, എത്ര ഇമേജ് ഉണ്ട് കണ്ടോ, 4 GB ഇമേജ്, 34 GB വീഡിയോസ്, ഓഡിയോ 20 GB ഡോക്യുമെന്റ്, അങ്ങനെ എല്ലാ ആപ്സ് 93 GB ആപ്പുകൾ ഉണ്ട് ഇതിൽ. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കാണിക്കും. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ മെമ്മറി ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അത് നിങ്ങൾ ആ 3 കുത്തില് ഇടത്തെ സൈഡിൽ കാണുന്ന തൊട്ടിട്ട് ക്ലീൻ എന്ന് പറയുന്നതിലൊന്ന് പ്രസ് ചെയ്യുക. ക്ലീൻ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരിക. ഇതിൽ നമ്മളുള്ള എല്ലാ സംഭവങ്ങളും, എത്ര GB, എത്ര മെമ്മറി കണ്ടോ. ഇതിലൊന്ന് മെമ്മറി കാർഡാണ്, ഒന്ന് നമ്മുടെ മൊബൈലിന്റെ സ്റ്റോറേജ് ആണ്. 208 GB സ്റ്റോറേജ് ഉണ്ട് ഇപ്പൊ ഈ മൊബൈലിൽ ഉണ്ട്, നിറഞ്ഞു കിടക്കുകയാണ്. 256 208. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഓരോരോ കളർ ഐറ്റംസ്, നീല കളറിൽ ഇന്ന സംഭവം, ആപ്സ്, ഇമേജ്, വീഡിയോ, അതൊക്കെ കളർ വേസിൽ അതിന്റെ GB കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലീൻ അപ്പ് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്യുക. അടിയിൽ കാണുന്ന നീല കളറിൽ കണ്ടോ 2.87 GB ജങ്ക് ഫയൽ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 3 GB അത് ക്ലീൻ അപ്പ് കംപ്ലീറ്റ്. അപ്പൊ 3 GB ഇപ്പൊ നമുക്ക് കിട്ടി. ഇനി വീണ്ടും നമ്മൾ അത് ബാക്ക് വന്ന് ക്ലീൻ എന്നതിൽ ഒന്നും കൂടി ടച്ച് ചെയ്യുക. അപ്പൊ ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്, അതായത് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ഉണ്ടാവും ഇതിൽ കണ്ടോ. അതായത് 2 എണ്ണം ഫോർവേഡ് ചെയ്തത്, 3 എണ്ണം ഫോർവേഡ് ചെയ്തത്, അങ്ങനെ കുറേ ഇതിൽ വന്ന് കിടക്കുന്നുണ്ടാവും കണ്ടോ. ഒക്കെ കാണുന്നുണ്ടോ. എനിക്ക് എടുത്ത് ഒറിജിനൽ എന്നും ഉണ്ടാവും, പിന്നെ ബാക്കി ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒക്കെ ഒരെണ്ണം ഒറിജിനൽ ഉണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾ ആൾ ഡ്യൂപ്ലിക്കേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഒറിജിനൽ കട്ടാവൂല, സെലക്ട് ആവൂല, ബാക്കി എല്ലാം സെലക്ട് ആവും. അത് ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുക. അപ്പൊ അത് ഡിലീറ്റ് ആയി. അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് ഏകദേശം മെമ്മറി കിട്ടിക്കഴിഞ്ഞു കണ്ടോ, അത് ക്ലീൻ ആയി. ഇനി ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണാണ്ടാവും, അത് കൊടുക്കുക. ഇത് നമ്മൾ ഒരുപാട് പഴയ സ്ക്രീൻഷോട്ടുകളൊക്കെ വെറുതെ എടുത്തു വെച്ചിട്ട് ഇതിലിങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. ആവശ്യതൊന്നും ആവശ്യമില്ലാത്തത് ഈ കാര്യം ഒരുപാട്. അപ്പൊ ഇത് നിങ്ങൾ ആൾ ഐറ്റംസിൽ ഒന്ന് ടിക്ക് ചെയ്യുക. മൂവ് 68, അതായത് അടിയിലെ നീല ബട്ടണിൽ നിന്ന് ഞെക്കി ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അത് ഡിലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് അവിടെയും കിട്ടി, ഒരുപാട് മെമ്മറി കിട്ടി കണ്ടോ, ഫ്രീ ആയി. ഇനി അടുത്തത് നിങ്ങൾക്ക് വരുന്നത് ബ്ലറി ഫോട്ടോസ്, അതായത് ഒരു ക്ലിയർ ഇല്ലാതെ നമ്മൾ എടുത്ത കുറെ ഫോട്ടോകൾ ഇതിലുണ്ടാവും. അത് ജസ്റ്റ് ഇതേമാതിരി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മെമ്മറിയാണ് കിട്ടുന്നത് കേട്ടോ. അടുത്തത് കണ്ടോ, സെലക്ട് ഡിലീറ്റ് ലാർജ്, അതായത് വലിയ ഫയലുകളിൽ ഉണ്ടാവും ഇതിൽ. നമ്മൾ ഒരുപാട് വീഡിയോസ്, അത് ഇതിൽ വലുത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ആ 3 കുത്തിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ലാർജ് ഫസ്റ്റ് എന്നുണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ഇപ്പൊ ഏറ്റവും വലുത് മുകൾക്ക് വന്നിട്ടുണ്ടാവും. ഏറ്റവും വലുത് പറഞ്ഞാൽ ഭയങ്കര വലിയ വീഡിയോകളായിക്കാരത്. ജസ്റ്റ് ഒരെണ്ണത്തിൽ സെലക്ട് ചെയ്യുമ്പോൾ കണ്ട മുകളിൽ കൊടുത്തിരുന്ന 600 MB. 2 എണ്ണം സെലക്ട് ചെയ്തപ്പോഴത്തേന് ഏകദേശം 1 GB ആയി. 3 എണ്ണം ആയപ്പോഴത്തേന് കണ്ടോ 1.5 GB അടുത്തായി. 4 എണ്ണം, 5 എണ്ണം ഞെക്കിയപ്പോഴത്തേന് ഏകദേശം 2 GB മുകളിൽ തന്നെ നമുക്ക് 5 എണ്ണം ഡിലീറ്റ് ചെയ്താൽ മൊബൈലിൽ കിട്ടും.
അപ്പൊ നോക്കിയൊക്കെ എത്രങ്ങാനും നമ്മുടെ GB വെറുതെ ആവശ്യമില്ലാതെ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കുറെ വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എല്ലാതും പാടെ ഡിലീറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അങ്ങനെ ഡിലീറ്റ് കൊടുത്താൽ അത് കിട്ടും. പിന്നെ ഡിലീറ്റ് അൺയൂസ്ഡ് ആപ്സ്, അതായത് നമ്മൾ ഒരുപാട് കാലം ഉപയോഗിക്കാതെ കിടക്കുന്ന ആപ്പുകളാണ് ഇതിൽ കാണിക്കുക. അതായത് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്താൽ കണ്ടോ, ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴും കണ്ടോ മുകളിൽ 4 സെലക്ട് ചെയ്തപ്പോഴത്തേന് 1 GB ആയി. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്തത് നിങ്ങൾ അതിലടിയിൽ കാണുന്ന അൺഇൻസ്റ്റാൾ ബട്ടൺ ഞെക്കി അൺഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഐഡി, വീഡിയോ അങ്ങനെ ഏതെല്ലാം വേണോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മൂവ് ഫയൽ ടു SD കാർഡ് എന്നുള്ള സംഭവം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലതിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മൊബൈലിൽ നിന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അടി കാണുന്ന മൂവ് ടു SD കാർഡ് എന്നുള്ളതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ SD കാർഡിലേക്ക് പോകും. അവിടെയും മൊബൈൽ ഫ്രീ ആയി കിട്ടും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്പീഡ് കൂടും മൊബൈലിന്റെ. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇതിലാ കാണുന്ന ബിൻ എന്ന് കാണുന്നുണ്ടല്ലോ, അതിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിലീറ്റ് ചെയ്തത്, ഒഴിവാക്കിയ സ്ക്രീൻഷോട്ടുകൾ, മറ്റുള്ള സംഭവങ്ങൾ, വീഡിയോസ്, ഇതൊക്കെ അവിടെ മൊബൈലിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല, ഒക്കെ അവിടെ സേവ് ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക. ഒന്ന് സെലക്ട് ചെയ്യുക. കണ്ടോ, അതുപോലെ ആ മുകളിൽ ഒന്നും ടച്ച് ചെയ്താൽ എല്ലാതും സെലക്ട് ആവും. എന്നിട്ട് ജസ്റ്റ് ഡിലീറ്റ് എന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിന്ന് ഡിലീറ്റ് ആവും. കംപ്ലീറ്റ് പോയി. കണ്ടോ, ഇപ്പോൾ ഫ്രഷായി. ഇപ്പോൾ ഒരുപാട് കച്ചറൊക്കെ ഒഴിവായി. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഏകദേശം ഒരുപാട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നിങ്ങളിപ്പോൾ ഒരാളൊരു സ്കാൻ ചെയ്ത് അയക്കാൻ അങ്ങനെയൊക്കെ പറയുന്ന മൊബൈലിൽ എങ്ങനെയാണ്, അപ്പൊ അടിയിൽ കാണുന്ന സ്കാനിന്റെ ഒരു ചിത്രം കണ്ടില്ല, അതിന് തോടുക. അപ്പൊ നിങ്ങളുടെ ക്യാമറ ഓൺ ആവും. അത് നിങ്ങളുടെ മുന്നിലുള്ള എന്ത് പേപ്പർ എങ്ങനെ ചെരിഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിലും പ്രശ്നമില്ല. എങ്ങനെ നിങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ ക്ലിയർ ആയിട്ട് നമ്മുടെ മൊബൈലിൽ വരും. ചെരിവൊക്കെ ക്ലിയർ ചെയ്യും അത്. അതുപോലെ തന്നെ വേറൊരു സാധനം കൂടി നോക്കി ഞാൻ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്താപ്പാ ഈ റിമോട്ട് ഞാൻ വെറുതെ ജസ്റ്റ് അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്. നമ്മൾ സാധാ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന മാതിരി അല്ല ഇതിൽ വരിക. ആയിക്കോട്ടെ, ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഇത് 2 ഫോട്ടോ ഞാൻ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന്റെ എങ്ങനെയാണ്. കണ്ടോ, ആ റിമോട്ടിന്റെ ഒരു ക്ലിയർ കണ്ടോ? എന്ന മാതിരി ആ ഒരു പേപ്പർ ഞാൻ എത്ര ചെരിഞ്ഞിട്ടാണ് എടുത്തിരുന്നത്, എത്ര ക്ലിയർ ആണ്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് സ്കാൻ ചെയ്തത് നമ്മുടെ മൊബൈലിലെ ഗാലറിയിൽ സേവ് ആവും. അപ്പൊ ഇതാണ് ഇതില് നിങ്ങൾക്ക് ഏറ്റവും ടിപ്സ്, ഏറ്റവും രസകരമായ ഒരു സംഭവം. സ്കാനിങ്ങിന് നിങ്ങൾ അവിടെ ഇവിടെയും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെ മെമ്മറി ക്ലിയർ ആയി മൊബൈലിൽ എങ്ങനെ സ്കാൻ ചെയ്യാനും ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കും. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള നല്ല ഉപയോഗപ്രദമായ വിവരങ്ങൾ ഇനിയും ലഭിക്കുന്നതിനായി ഈ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.